നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ കൊല്ലം കണ്ണൂർ LDCയുടെ ഫൈനൽ ആൻസർ കീ വന്നായിരുന്നു. 9 ഡിലീഷനുണ്ട്. 9 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചും, ടോട്ടൽ 10 എണ്ണം. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ തിരുവനന്തപുരം LDCയുടെ ഫൈനൽ ആൻസർ കീ വന്നു. 5 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചും. ഇനി അടുത്ത് ബാക്കിയുള്ള ജില്ലകളിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഡിലീഷൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് താഴെ കമൻസ് കണ്ടായിരുന്നു. അതായത് ഈ ആൻസർ ചേഞ്ചിന് അപ്ലൈ ചെയ്യുന്നവർ കാണിക്കുന്ന ഒന്നും ശരിയല്ല, അങ്ങനെയൊക്കെ രീതിക്ക് ഒരുപാട് കമൻസ് കണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, അവർ ചെയ്യുന്നതാണോ യഥാർത്ഥത്തിൽ തെറ്റ്? അതായത് ഈ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എന്താണ്? തെറ്റാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2 ആൻസർ വരാം, ആ രീതിക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. അപ്പോൾ എലിപ്പനി ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. അപ്പോൾ എലിപ്പനി എലിയുമായിട്ട് മാത്രമാണ് ബന്ധപ്പെട്ടത് അല്ല. എലിപ്പനി ആണെങ്കിൽ കന്നുകാലിൽ നിന്ന് എന്ത് ചെയ്യാൻ വരാം, അവരുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ജലത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വരാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഫാക്സിമൈലാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് തന്നെ എന്താണ്? തെറ്റാണ്. സ്പെല്ലിംഗ് തെറ്റാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ ഗൂഗിൾ തന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വേർഡ് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ എറർ നമുക്ക് കാണിച്ചു തരും ഇല്ലേ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്തിട്ടില്ല, PSC ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് ഹാൻഡ് കർച്ചീഫ് നോക്കുകയാണെങ്കിൽ 2 രീതിക്കും സ്പെല്ലിംഗ് വരാം. ഹാൻഡ് കർച്ചീഫ്സ് എന്ന് എഴുതാൻ എന്ത് ചെയ്യാം, CF നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. IEFS നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ചലഞ്ച് വരും. കാര്യം ചിലപ്പോൾ ചില ആൾക്കാർ എഴുതി തെറ്റും. അപ്പോൾ തെറ്റുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ, എനിക്ക് അത് വന്നേക്കുന്നത് തെറ്റാണ്, ഞാൻ മറ്റൊന്നാണ് യൂസ് ചെയ്തത്, ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ ഞാൻ ചലഞ്ച് ചെയ്തിരിക്കും. കാര്യം ഒരു LD എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മാർക്കും എന്താണ്, വിലപ്പെട്ടതാണ്. ഒരു മാർക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു LDയിൽ ഒരു 200 റാങ്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, തള്ളി മുമ്പിലേക്ക് പുറകിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ഈ GK പാർട്ടിലേക്കൊക്കെ വരുമ്പോൾ GK പാർട്ട്, അതായത് ഇന്നലത്തെ ഡിലീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡിലീഷൻ എന്ന് വെച്ചാൽ 6 ക്വസ്റ്റ്യൻസ് GK പാർട്ടും 3 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ 3 ക്വസ്റ്റ്യൻ ഡിലീഷൻ. അപ്പോൾ GK പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്ന ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഒരു കൺഫ്യൂസിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഉപദേശിക്കാൻ ആർക്കാകും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന്. അതേപോലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. അതായത് നമുക്കൊരിക്കലും ചലഞ്ച് ചെയ്യുന്നവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്ന 100% ശരി തന്നെയാണ്, ഓരോ മാർക്കും എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇത് ചെയ്യുന്ന PSC ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു LD പരീക്ഷയ്ക്ക് 100 ക്വസ്റ്റ്യനിൽ ആ 100 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് 16 ഡിലീഷനുണ്ട്. 16 ഡിലീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 16 ഡിലീഷൻ തേർഡ് ഫേസ് ആണെങ്കിൽ. അത് കഴിഞ്ഞ് ഇവിടെയാണെങ്കിലോ ഒരുപാട് ഡിലീഷൻ. അപ്പോൾ ഈ എല്ലാവരും പറയുന്നൊരു ന്യായമുണ്ട്. ന്യായം എന്ന് വെച്ചാൽ ആ ഡിലീഷൻ ആകുമ്പോൾ എല്ലാവർക്കും ആ മാർക്ക് അങ്ങ് പോകത്തില്ലേ? അതെങ്ങനെയാണ് എല്ലാവർക്കും പോകുന്നത്? ഡിലീഷൻ എല്ലാവർക്കും എങ്ങനെ മാർക്ക് കുറയും? അതായത് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് സങ്കല്പിക്കുക 2 പേർക്കൊരു 70 മാർക്കുണ്ടെന്ന് സങ്കല്പിക്കുക. 2 പേർക്കൊരു 70 മാർക്കുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം 2 പേർക്കും 70 മാർക്കുണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടിക്ക് 10 മാർക്ക് എന്ത് ചെയ്തു പോയി. അതായത് ഇപ്പോൾ ഡിലീഷൻ സംഭവിച്ചത് 9 ക്വസ്റ്റ്യൻ ഡിലീഷനാണ്, 1 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആണ്. അപ്പോൾ ടോട്ടൽ ആ കുട്ടി വെച്ച മാർക്കിൽ നിന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യും, 10.3 മാർക്ക് പോകും. കാര്യം മറ്റത് ശരിയാണ് കൂട്ടി വെച്ചിരുന്നത്, പക്ഷേ 1 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ എന്ത് ചെയ്യും, 0.33 മാർക്കും കൂടെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ 10.3 മാർക്ക് പോയി. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഈ 10 ക്വസ്റ്റ്യൻ ശരി തെറ്റാവണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ചിലരൊക്കെ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാത്തവർ വരും, ചിലരൊക്കെ ആണെങ്കിൽ മാറി കുത്തിയ ആൾക്കാർ വരും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും, അനുകൂലമായിരിക്കും. ഒരു 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ അവർക്കൊരു 4 മാർക്കിൻ്റെ ഡിഫറൻസ് വരത്തുള്ളെങ്കിൽ പോട്ടെ, ഒരു 5 മാർക്കിൻ്റെ ഡിഫറൻസ് വരത്തുള്ളെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് 65 എന്ത് ചെയ്യും, ഒരു ചുരുങ്ങും. പക്ഷേ ഈ കുട്ടിയുടെ മാർക്കാണെങ്കിലോ 59.6 എന്ത് ചെയ്യും, അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊഫഷനിൽ നിന്ന് നല്ല ചേഞ്ച് ഉണ്ട്. 2 പേരും ഒരേപോലെയാണ് കൂട്ടി വെച്ചത് അല്ലേ. ഒരു കുട്ടിക്ക് ചിലപ്പോൾ നല്ല താഴേക്ക് പോകും, മറ്റേ കുട്ടിക്കാണെങ്കിലോ പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ GK പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ GK പാർട്ടിനകത്ത് കൂടുതലും ഡിലീഷൻ വന്നേക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിലീഷൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത്യാവശ്യം നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും,
ഈ നല്ല പഠിച്ച കുട്ടി മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഏതാണ്ടൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റാക്കി വയ്ക്കത്തുള്ളൂ. ആ കുട്ടി ഒരുപാട് സമയം എന്ത് ചെയ്യും, ആ കുട്ടിയുടെ അങ്ങ് പോയി കിട്ടും അല്ലേ. ഒരു ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല പാടുള്ള ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം അവിടെ ഇരുന്ന് അങ്ങ് പോകും. ഇനി മറ്റേ ഒരു കുട്ടിയാണെങ്കിൽ ജസ്റ്റ് കുറച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചിലപ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, തൊട്ടത്തില്ല. അപ്പോൾ ആ കുട്ടിയുടെ അവിടെ സമയം ലാഭിക്കാൻ പറ്റും, ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ആ കുട്ടിക്ക് ഈ ഒരു ഡിലീഷൻ നെഗറ്റീവ് ആവും. അപ്പോൾ ആ ഒരു ഡിലീഷൻ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഇവിടെ എന്ത് ന്യായമാണ് കിട്ടുന്നത് അല്ലേ? എന്ത് ന്യായമാണ് കിട്ടുന്നത്? നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന കുട്ടിക്ക്, നല്ലോണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് എന്ത് ന്യായമാണ് ഇവിടെ കിട്ടുന്നത്? ഇപ്പോൾ ഈ കൊല്ലം കണ്ണൂരിൻ്റെയൊക്കെ ഫേസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം നല്ല പാടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിലും, അതായത് കഴിഞ്ഞ എക്സാം, ഇന്നലെ നടന്ന LDCയുടെ എക്സാം, അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി എളുപ്പമാണ്, ബാക്കിയുള്ള ഫേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പാടുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ആയി പോകുന്നത്, കൺഫ്യൂസിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് അത്രയും പഠിച്ചത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പഠിച്ചതിന് എന്താണ് ഒരു വില, അത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് PSCയോട് പറയാനുള്ളത്, അതായത് ഞാൻ പറയാൻ ആരുമല്ല, അത് ആദ്യമേ ഞാൻ തന്നെ പറയാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് PSC കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൂപ്പറാണ്, നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എനിക്കത് നല്ല അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തുന്ന ഒരു PSC കേരള PSC ആണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് കാര്യം, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഫോഴ്സിൻ്റെ ഒക്കെ എക്സാം അതാത് ഓട്ടോണമസ് ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. പക്ഷേ ഇവിടെ എല്ലാം PSC ആണ് നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ നിയമനങ്ങൾ നടത്തുന്ന ആരാണ്? PSC ആണ്. നിയമനം നടത്തുന്ന സ്റ്റേറ്റ് PSC ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള PSC ആണ്. രണ്ട്, PSCയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു സുതാര്യത, അതായത് ചോരത്തില്ല, അങ്ങനത്തെ ഒരു കേസും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ചോർന്നു, അങ്ങനത്തെ ഒരു കേസും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ PSC വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്തൊരു ഡൗട്ടും ഇല്ല. അത് കഴിഞ്ഞ് മൂന്നാമതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പരീക്ഷ നടത്തുന്നു, വേറെ വീഴ്ചകളോ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ, എക്സാം ഒക്കെ നടക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സാം നടത്തുന്നു, അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ആനുവൽ കലണ്ടർ എന്ത് ചെയ്യുന്നു, പുറത്തിറക്കുന്നു, കഴിഞ്ഞ വർഷം തൊട്ട് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇത്രയും അധികം ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്നു, ബാക്കി അതിനകത്തൊന്നും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ നിങ്ങളുടെ ഈ ഫേസ് നോക്കുകയാണെങ്കിൽ, ഇതിലേക്ക് വരികയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ഡിലീഷനിലേക്ക് വരികയാണെങ്കിൽ, അവിടെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ആര് പ്രിപ്പയർ ചെയ്താലും സീരിയസ് ആയിട്ട് തന്നെ പറയാം, 2 ക്വസ്റ്റ്യനൊക്കെ എററാവാം, ഒന്നും പറയാനില്ല, 2 ക്വസ്റ്റ്യൻ എററാവാം. മനുഷ്യനാണ് ചെയ്യുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും എറർ ഫാക്ടറും ബാക്കിയെല്ലാം വരും. പോട്ടെ, അങ്ങേ ഏറ്റവും പോയൊരു 3 ക്വസ്റ്റ്യൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ 16 ക്വസ്റ്റ്യൻ ആകുമ്പോഴോ, 10 ക്വസ്റ്റ്യൻ ആകുമ്പോഴോ, 6 ക്വസ്റ്റ്യൻ ആകുമ്പോഴോ, 7 ക്വസ്റ്റ്യൻ ആകുമ്പോഴോ അതിനൊന്നും ഒരു ന്യായമില്ല. അതായത് PSC അല്ലെങ്കിൽ ഒരു ചോദ്യകർത്താവ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതെന്നറിയോ, തൻ്റെ മകനോ അല്ലെങ്കിൽ തൻ്റെ മകളോ അല്ലെങ്കിൽ തൻ്റെ റിലേറ്റീവ്സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു LDയുടെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഏതൊരു എക്സാം ആയാലും പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ആ കുട്ടിയുടെ 1 വർഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാറ്റിവെക്കുന്നത്. ആ കുട്ടിയുടെ 1 വർഷമാണ് ചുരുങ്ങിയത് ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ജോലി വരെ മാറ്റിവെച്ച്, കുടുംബത്തിൽ ആരെയും ശ്രദ്ധിക്കാൻ പോലും പറ്റാതെ, മക്കളെ പോലും പ്രോപ്പറായിട്ട് നോക്കാതെ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് നോക്കാതെ, ബാക്കി എല്ലാം സഹിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി കുത്തിയിരുന്ന് പഠിക്കുന്നത്. ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകണമെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ചിലപ്പോൾ ചില കുട്ടികൾക്കാണെങ്കിൽ നല്ല ഫീസ്, മീൻസ് നമ്മുടെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ആയാലും അത്യാവശ്യം ഫീസ് ഉണ്ട്. അപ്പോൾ അത് മാസം തോറും നമുക്ക് കൊടുക്കാൻ പോലും പറ്റാതെ, പക്ഷേ ജോലിക്ക് വേണ്ടി അതൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങൾ മാറ്റിവെച്ച് ഇത്രയും മണിക്കൂർ ബസ്സിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വീട്ടിലിരുന്ന് ഇത്രയും പഠിച്ച്, രാത്രിയൊക്കെ എഴിച്ചിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച്, രാവിലെ എഴിച്ച് നേരത്തെ ഇരുന്ന് പഠിച്ച്, ഇത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെയൊക്കെ 1 വർഷം മിനിമമാണ് 1 വർഷം. 3 വർഷം കൊണ്ട് PSC പഠിക്കുന്ന കുട്ടിയുണ്ട്, 2 വർഷം കൊണ്ട് PSC പഠിക്കുന്ന കുട്ടിയുണ്ട്. പക്ഷേ മിനിമം 1 വർഷം എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ 1 വർഷം ഇതിനു വേണ്ടി ഒരു മാറ്റി വയ്ക്കാൻ, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക, കൺഫ്യൂഷൻ വരുന്ന, ക്വസ്റ്റ്യൻ തെറ്റ് വരുന്ന, ചലഞ്ച് ചെയ്യാൻ ചാൻസ് കുറവുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ ഇടുക. അതായത് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇടരുത് അതിനകത്ത്. ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇടാതിരിക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ശ്രമിക്കുക. അത് കഴിഞ്ഞ് 3 തെറ്റായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഒന്നിലധികം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ് എന്ത് ചെയ്യരുത്, ഇടാതിരിക്കരുത്.
അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ എറർ ഒന്ന് മാറ്റാൻ പറ്റും അല്ലേ? അല്ലാതെ ഇപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണെന്ന് സങ്കല്പിക്കുക, ഇപ്പോൾ ഈ ഒരു PSCയുടെ ഏറ്റവും മേലിരിക്കുന്ന ഒരു ബോഡി, അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യുന്ന ബോഡിയുടെ അവരുടെ റിലേറ്റീവ്സ്. ഇപ്പോൾ എനിക്ക് ഇന്നലെ വന്നൊരു കമൻറ്റാണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ പണ്ടേ പറഞ്ഞതാണ് പണ്ടേ പറഞ്ഞ കമൻറ്റ് വീണ്ടും ആവർത്തിക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് റാങ്ക് ലിസ്റ്റിൽ കയറ്റാൻ വേണ്ടി അനാവശ്യമായി ശരിയുത്തരമല്ലാത്ത ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യുന്നു. അവർ അത് തെറ്റിച്ച് കാണും. ഓക്കെ, അപ്പം ഇങ്ങനൊരു കുട്ടി പറഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെ തെറ്റ് പറയാൻ പറ്റും? ഇത്രയും ഡിലീഷനാണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ പോലും എന്ത് വരുന്നു? ഡിലീഷൻ വരുന്നു. അപ്പോൾ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതേപോലെ ഒരുപാട് കമൻസ് ഉണ്ട്. ഞാൻ പക്ഷേ 2 എണ്ണം മാത്രം എടുത്തേ ഉള്ളൂ. അതായത് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, 63 മാർക്ക്, വൈകിയാണെങ്കിലും ജോലി കിട്ടും, കടങ്ങൾ വീട്ടാം, അങ്ങനെയൊക്കെ എക്സെട്ര എല്ലാം പോയി. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 58.67 മാർക്ക്. അതായത് ഇതേപോലെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കുത്തി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് ഈ എക്സാം ഒക്കെ എഴുതാൻ വരുന്നത്. അവരുടെ ഒരു വേദന PSCയും എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കണം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കുറഞ്ഞായിരുന്നു. മുമ്പ് LDക്ക് ഒരു കേരളത്തിലാകെ ഒരു 17-18 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ? 12 ലക്ഷം ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വെറും 12 ലക്ഷം ആൾക്കാർ. അതിൽ തന്നെ PSC മനസ്സിലാക്കുക, ഒരു 70% ആൾക്കാർ മാത്രമേ കൺഫർമേഷൻ കൊടുക്കത്തുള്ളൂ. ആ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരിൽ ഒരു 80-70% ആൾക്കാർ മാത്രമേ വീണ്ടും എന്ത് ചെയ്യത്തുള്ളൂ? എക്സാം എഴുതാനും വരത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ കുറയുകയാണ്, ഒരുപാട് കുറയുകയാണ്. അതെന്ത് ചെയ്യാം? എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ നാട് വിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ എങ്കിൽ അത് ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെയും ഒരു കാരണം കൂടെ കൊണ്ടാണ്. ഒന്ന് ആലോചിക്കുക, ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇവരൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് എക്സാം നടത്തിയതിൻ്റെ പ്രോസസ്സ് നടത്തുമ്പോൾ ഒരു PSC എക്സാമിന് വേണ്ടി ഒരു കുട്ടിക്ക് ഇവിടെ മാറ്റി വെക്കേണ്ടി വരുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 വർഷങ്ങളാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 2023 LDC വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, 24 പരീക്ഷ, 25 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്, 2028 വരെ കാലാവധിയുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ജോലി കിട്ടാൻ എടുക്കുന്ന സമയം 2023 മുതൽ 2028 വരെയാണ്. 5 വർഷമാണ് എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. അപ്പോൾ 5 വർഷം ഒരു കുട്ടി കാത്തിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വില എന്ത് ചെയ്യാം? അത് PSCയോട് കൊടുക്കുക. PSCയും കൂടെ അങ്ങ് കൊടുക്കുക. ഇത് എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുടെ ഒരു അഭ്യർത്ഥനയാണ്. അതെന്ത് ചെയ്യും? ഒന്ന് തിരുത്തിയാൽ, ഇതും കൂടെ ഒന്ന് തിരുത്തിയാൽ പിന്നെ നിങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ സൂപ്പറാണ്, അത് തന്നെ പറയാം. പക്ഷേ ഈ കാര്യത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ പാടുള്ള ക്വസ്റ്റ്യനൊക്കെ ഡിലീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക? അത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ റേഞ്ച് ആണെങ്കിൽ ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ തറ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അതായത് ആര് വേണമോ ഒരു 2 ദിവസം പഠിച്ച കുട്ടിയാണെങ്കിൽ വന്ന് എന്ത് ചെയ്യുക? വന്ന് അടിച്ചിട്ടങ്ങ് പോവുക, വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവുക. പക്ഷേ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോഴും അത് അങ്ങ് മേളിൽ പോകുന്നു. അതിൽ തന്നെ ഒരു 80% എന്താണ്? തെറ്റുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം അതെന്ത് ചെയ്യുക? എല്ലാ ജില്ലകളിലും ഏതാണ്ട് ഒരേപോലെ തന്നെ എന്ത് ചെയ്യുക? മാക്സിമം നടത്താൻ ശ്രമിക്കുക. ഇത് ഒരുപാട് പേരുടെ ഭാവിയാണ്, ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇരുന്ന് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കാറ്ററിങ്ങിന് പോയിട്ട് PSC പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. കാറ്ററിങ്ങിന് പോയിട്ട് രാവിലെ അവർ അല്ലെങ്കിൽ വൈകുന്നേരം അവർ കാറ്ററിങ്ങിന് പോകുന്നു, ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? ഇരുന്ന് പഠിക്കുന്നു. കളക്ഷൻ ഏജ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പെയിൻറ്റിങ് പണിക്ക് പോയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, സ്വിഗ്ഗി ഓടാൻ പോയിട്ടിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, സൊമാറ്റോ ഓടാൻ പോയിട്ടിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്, വീട്ടു ജോലിക്ക് വരെ പോയിട്ട് ഇരുന്ന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരത്രയും ഒരു എഫേർട്ട് കൊടുക്കുമ്പോൾ ആ എഫേർട്ടിനെ ആരും കൂടെ ഒന്ന് കാണണം, PSCയും കൂടെ ഒന്ന് കാണണം. ഇത് എന്നെപ്പോലെ ഒരുപാട് പേരുടെ ഒരു നിവേദനമാണ്. അങ്ങനെ കണ്ടാൽ മതി. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. പിന്നെ ബാക്കി വേറൊന്നും പറയാനില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നു. അടുത്ത് വീണ്ടും 2 ഫേസും കൂടെ LDC കഴിഞ്ഞു. ഏതൊക്കെയാണ്? നമ്മുടെ ഇന്നലെ ആലപ്പുഴ, പാലക്കാട് കഴിഞ്ഞു. അതിന് മുമ്പാണെങ്കിൽ പത്തനംതിട്ട, കാസർഗോഡ്, തൃശ്ശൂർ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ വെയിറ്റിംഗ് ആണ്. അടുത്ത് വീണ്ടും ഒരുപാട് എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ ഒന്നെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പറ്റുകയാണെങ്കിൽ ഈ ചോദ്യകർത്താക്കൾക്കും എന്ത് ചെയ്യുക? നമ്മുടെ മൻസൂർ സാറ് പറഞ്ഞ പോലെ അവർക്കൊരു പ്രിലിംസ് അങ്ങ് നടത്തുക. അവരെ സെലക്ട് ചെയ്യുന്ന സമയത്ത്
അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഒരു എക്സാമോ എന്തെങ്കിലും നടത്തി അവരെ എന്ത് ചെയ്യുക, അവരും ഇതിന് കേപ്പബിൾ ആണെന്നും അവർക്കെങ്കിലും ഒരു സ്വയം ബോധ്യം ഉണ്ടാക്കുക. അത്രേ പറയാനുള്ളൂ. സോ മക്കളെ, താങ്ക് യു ഓൾ. അടുത്ത എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നെഗറ്റീവ് എന്തായാലും സംഭവിച്ചു, ഡിലീഷൻ എന്തായാലും സംഭവിച്ചു. നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിനകത്ത് വിഷമം വരും, ടെൻഷൻ വരും, ബാക്കിയെല്ലാം വരും. സോ ഇതൊക്കെ അങ്ങ് വിട്ടേക്കുക. അതിൻ്റെ പ്രോസസ്സ് എന്തോ ആയിക്കോട്ടെ. പരീക്ഷ നമ്മൾ നന്നായിട്ട് എഴുതി, അത് അവിടെ അങ്ങ് വിട്ടു. അടുത്ത എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അടുത്ത വീണ്ടും ഒരുപാട് എക്സാംസ് വരെയാണ്. ഈ സിലബസ് തന്നെ ഒരുപാട് എക്സാംസ് വരെയാണ്. ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, സെക്രട്ടറിയേറ്റ് OA ആയിക്കോട്ടെ, LDയുടെ സെയിം സിലബസാണ് മെയിൻസിൽ വരുന്നത്. അപ്പോൾ സമയമൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് പോവും. അപ്പോൾ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതല്ലാതെ നമുക്കിവിടെ മറ്റൊരു ഓപ്ഷനൊന്നും നമ്മുടെ നാട്ടിലില്ല. പഠിച്ചെന്ത് ചെയ്യുക, രക്ഷപ്പെടുക, നല്ലോണം പഠിക്കുക, ഒരു ജോലി മേടിക്കുക, അവരവരുടെ കുടുംബം രക്ഷപ്പെടും. ആ ഒരു പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും, നാടിനെയും എന്ത് ചെയ്യുക, ഒന്ന് കരകയറ്റുക. ചുറ്റുമുള്ള പിള്ളേർക്ക് എന്ത് ചെയ്യുക, ഒരു വഴികാട്ടിയാവുക, ഒരു വിളക്കാവുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി മേടിക്കുക, നമ്മുടെ നാട് മേലിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു ഓൾ.